2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയോടൊപ്പം നിന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് 12 സീറ്റുകളാണ് മത്സരിക്കാൻ കൊടുത്തത്. അതിൽ 5 ജയിച്ചത്. 6,84,000 വോട്ടുകളാണ് അവർ സമാഹരിച്ചത്. അതായത് അവർ സമാഹരിച്ച വോട്ടുകൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനേക്കാൾ 1.25 ലക്ഷം അധികം വോട്ടുകളാണ്. ജോസഫ് ഗ്രൂപ്പ് UDF ക്യാമ്പിൻ്റെ ഭാഗമായി 10 സീറ്റുകളിൽ മത്സരിക്കുകയും അതിൽ 2 മാത്രം വിജയിക്കുകയുമാണ് ചെയ്തത്. അവർക്ക് ആകെ മൊത്തത്തിൽ കിട്ടിയത് 5,54,000 വോട്ടുകളാണ്. അതായത് യഥാർത്ഥ കേരള കോൺഗ്രസ് കൃത്യമായും കോട്ടയം അതുപോലെ ഇടുക്കി മേഖലയിൽ തങ്ങളാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലായിരുന്നു ജോസ് കെ മാണിയും PJ ജോസഫും. എന്നാൽ അന്തിമമായി ജോസ് കെ മാണിക്ക് ഒരു മുന്നേറ്റം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയത് ഏറെ ആശ്വാസകരമായിരുന്നു. വ്യക്തിപരമായി ജോസ് കെ മാണിക്ക് വലിയ പരാജയം പാലായിൽ നേരിടേണ്ടി വന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 5 സീറ്റുകൾ വിജയിച്ചു എന്നത് ചെറിയ കാര്യമല്ല എന്ന് റോഷിയാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ കട്ടായമായി പറഞ്ഞിരിക്കുന്നത് 6 സീറ്റിനപ്പുറത്തേക്ക് മാണി കോൺഗ്രസിന് LDF മത്സരിക്കാൻ കൊടുക്കില്ല. കാരണം 75 സീറ്റുകൾ മാത്രമാണ് CPIM അവിടെ LDFിൽ മത്സരിച്ചത്. അതിൽ 62 ജയിച്ചു. എന്നാൽ 12 സീറ്റ് കൊടുത്ത മാണി കോൺഗ്രസിന് 5 സീറ്റ് മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. CPIM ആണ് ആദ്യം കുറ്റ്യാടി വിട്ടുകൊടുക്കാൻ ശ്രമിച്ചതും പിന്നീട് വലിയ പ്രക്ഷോഭത്തെ തുടർന്ന് ആ മണ്ഡലം മാണി കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങി CPIM സ്ഥാനാർത്ഥിയായി പാർട്ടിയുടെ അംഗത്തെ തന്നെ മത്സരിപ്പിച്ചത്. ഇവിടെയാണ് ചർച്ചകൾ പുതിയ രീതിയിലേക്ക് വഴിത്തിരിവിലേക്ക് തിരിയുന്നത്. CPIM ശ്രമിക്കുന്നത് പരമാവധി സഖ്യകക്ഷികളുടെ സീറ്റ് വെട്ടിച്ചുരുക്കാനാണ്. അവർ ഓവർ എക്സ്പെക്റ്റേഷനാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് മൂന്നാമതും പിണറായി ഭരണം തുടരും, CPIMനെ കേരളമാകെ കയ്യകഞ്ച് സഹായിക്കും, BJP അതിന് കൂട്ടുനിൽക്കും, CPIMും BJPയും ചേർന്ന് CJP എന്ന രീതിയിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിൻ്റെ മറവിൽ പരമാവധി സീറ്റുകൾ തനിച്ച് മത്സരിക്കുക. 75 സീറ്റിൽ മത്സരിച്ച CPIM 90 സീറ്റുകളിലും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. അതായത് ഇനി CPIM സ്വതന്ത്രരായി മത്സരിപ്പിക്കാൻ ആരെയും പിണറായി വിജയൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഒപ്പം സഖ്യകക്ഷിയായിട്ടുള്ള ജോസ് കെ മാണി വിഭാഗം എല്ലാ തരത്തിലും പിരിഞ്ഞു പോകാൻ വേണ്ടി അവരെ വെറുപ്പിക്കാൻ പരമാവധി കളികൾ കളിക്കുകയാണ്. ഇവിടെ ജോസഫ് ഗ്രൂപ്പിന് വലിയ നേട്ടമായിരിക്കും. കോട്ടയം ലോക്സഭാ സീറ്റിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായ K. ഫ്രാൻസിസ് ജോർജ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതും UDFിനെ മധ്യ കേരളത്തിൽ PJ ജോസഫ് കരുത്തായി താങ്ങി നിർത്തും എന്ന് ഉറപ്പുള്ളത് കൊണ്ടും കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളും കൊടുക്കുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ തവണ ജയിച്ചത് വെറും 2 നിയോജക മണ്ഡലമാണ്. ഒന്ന് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയും മറ്റൊന്ന് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി. ഒരിടത്ത് PJ ജോസഫ് എങ്കിൽ മറ്റൊരിടത്ത് മോൻസ് ജോസഫ്. എന്നാൽ കളി മാറും. ഇരിങ്ങാലക്കുടയിൽ കൃത്യമായും അവിടെ തോമസ് ഉണ്ണിയാടനും അതുപോലെ തന്നെ പാലായിൽ മാണി C. കാപ്പൻ ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേർന്നാൽ അത്തരത്തിൽ സീറ്റ് കിട്ടുകയും ഇങ്ങനെ ഓരോ സീറ്റുകളായി എണ്ണിപ്പറക്കുമ്പോൾ 5-ൽ കൂടുതൽ സീറ്റുകളാണ് ജോസഫ് ഗ്രൂപ്പ് പ്രതീക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കേരള കോൺഗ്രസ് പാർട്ടി പിടിച്ചെടുത്തുകൊണ്ടൊരു മധുര പ്രതികാരം ജോസഫ് ഗ്രൂപ്പ് നടത്തുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഉള്ളത്.